എല്ലാവർക്കും പ്രിയ സ്ക്രീമിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് കോളിഫ്ലവർ കൊണ്ട് ബട്ടർ മസാല ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിക്കും അപ്പത്തിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാനായിട്ട് പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ പോവാം. അപ്പോൾ അതിന് തന്നെ നമുക്കൊരു അരപ്പ് റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു വഴനല ഇട്ട് കൊടുക്കാം, ഒരു ഗ്രാമ്പു ഇട്ട് കൊടുക്കാം, പിന്നെ ഒരു 8 പീസ് വെളുത്തുള്ളിയാണ് കേട്ടോ. മുഴുവനോടെ തന്നെ ഇട്ട് കൊടുക്കുക, കട്ടിയൊന്നും വേണ്ട. പിന്നെ ഒരു പച്ചമുളക് മുഴുവനോടെ ഇട്ട് കൊടുക്കുക, ഒരു വറ്റൽമുളകും മുഴുവനോടെ ഇട്ട് കൊടുക്കാം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം, പിന്നെ 2 മീഡിയം സൈസിലുള്ള സവാള അതുപോലെ ഇത്തിരി കനത്തിൽ തന്നെ റഫായിട്ട് അരിഞ്ഞിട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കുക. പിന്നെ 10 അല്ലി കാഷ്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ നാളികേരം ഇല്ലാതെ കാഷ്യൂ മാത്രമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10-15 അല്ലിയോളം കാഷ്യൂ എടുക്കാമെന്ന് മാത്രം. അപ്പോൾ നമ്മൾ നാളികേരം ചേർക്കാതെ തന്നെ ഒരു മുട്ട വറുത്തരച്ചിട്ടൊരു കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കാഷ്യൂ ആണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നാളികേരമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ബ്രൗൺ ഷെയ്ഡായി വരണം കേട്ടോ. പിന്നെ സവാള ഒന്ന് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വന്നു തുടങ്ങുമ്പോൾ ഒരു മീഡിയം സൈസ് തക്കാളി റഫായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇത്തിരി വലിയ പീസുകളായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മീഡിയം സൈസ് തന്നെ മതിയിട്ട് തക്കാളി. ഇതിലേക്ക് വല്ലാണ്ട് അങ്ങോട്ട് പുളി വേണ്ട, ഒരു ലൈറ്റ് പുളി മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ. എന്നിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കുഴഞ്ഞ് വരുന്നവരെ നല്ല സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കി വയ്ക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാറുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളമൊന്നും തൊടാതെ തന്നെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് വെള്ളമൊന്നും തൊടാതെ തന്നെ നല്ല ഫൈനായിട്ട് അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാൻ എടുത്തിട്ട് കുറച്ചുകൂടെ ഓയിൽ അതേ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ചെറിയ സൈസ് സവാള ഇത്തിരി ഡൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അത്ര കനത്തിൽ തന്നെ ഉതിർത്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചുവന്ന ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, പച്ച ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതി, ചെറിയ ക്യാപ്സിക്കാണ് കേട്ടോ രണ്ടും എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേശ്ശെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ, നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ചെറുതായിട്ട്, വല്ലാണ്ട് സോഫ്റ്റ് ആവാനൊന്നും നിൽക്കണ്ട. ചെറുതായിട്ടൊരു 15-20 സെക്കൻഡൊക്കെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുത്താൽ മാത്രം മതി. അത് നമുക്ക് ഒരു വേറെ പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് കണ്ട എത്ര മതി. ഇതിൻ്റെ കളറൊന്നും മാറരുത് കേട്ടോ, തീരെ സോഫ്റ്റ് ഒന്നും ആവരുത്, ഇത്തിരി ഒരു ഹാർഡായിട്ട് തന്നെ ഇരിക്കണം. ഇനി അപ്പോൾ അതേ പാനിലേക്ക് കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1/4 ടീസ്പൂൺ ജീരകം പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ അരപ്പ് മിക്സി ജാറിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ മിക്സി ജാറ് അവിടെ ഇരിക്കട്ടെ കേട്ടോ, അതിൽ വെള്ളം ഒഴിച്ച് കലക്കാണ്ട് അതവിടെ ഇരിക്കട്ടെ, ഇപ്പോഴെല്ലാം ഒഴിക്കുക. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒരു മീഡിയത്തിലൊക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന വരെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ അതിങ്ങനെ പരത്തി ഇട്ടിട്ട് പിന്നെയും ഇളക്കുക, അങ്ങനെ പരത്തി ഇട്ടിട്ട് ഇളക്കി എടുത്താൽ മതി. അപ്പോൾ എല്ലാ സൈഡിൽ നിന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഇതുപോലെ നല്ല ഡാർക്കായിട്ട് അതിൽ ആ ജലാംശമൊക്കെ ഒന്ന് ഒരുവിധം വറ്റി വരുമ്പോൾ നല്ലൊരു മണം വരും. അതുവരെ ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി നമുക്കിതിലേക്ക് ചേർത്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ ഗരം മസാല ഇട്ടതിന് ശേഷം ഒരു 15 സെക്കൻഡൊക്കെ ഒന്ന് ഇളക്കിയാൽ മതിയാവും. അതിന് ശേഷം നമ്മൾ കോളിഫ്ലവർ ഇതിപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം നന്നായി കഴുകി വാഷ് ചെയ്തതിന് ശേഷം തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് എടുത്തിട്ടുള്ള ഒരു കോളിഫ്ലവറാണ് കേട്ടോ. അതിൻ്റെ കട്ടും ഒക്കെ ഒന്ന് കളഞ്ഞിട്ടാണ് നമ്മൾ തിളച്ച വെള്ളത്തിലിടണത്. അപ്പോൾ അതൊക്കെ ഇട്ട് എടുത്തിട്ടുള്ള കോളിഫ്ലവർ ഇതിലേക്കിട്ട് നന്നായി മിക്സാക്കി ആ മസാലയൊക്കെ ആയിട്ടൊന്ന് മിക്സാക്കുക. ഒരു 15 സെക്കൻഡ് എന്തൊക്കെ ഒന്ന് മിക്സാക്കിയതിന് ശേഷമാണ് നമ്മളതിലേക്ക് ആ മിക്സി ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ചിറ്റിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിലേക്ക് എത്ര ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം, നല്ല തിക്കായിട്ട് വരും കേട്ടോ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ ഗ്രേവി എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിക്കാം. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കുമ്പോൾ കുറച്ച് കുറവുണ്ട് കേട്ടോ, അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ ഇപ്പോൾ ഈ സമയത്ത് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കസൂരി മേത്തിയുടെ പൊടിയാണ് കേട്ടോ, ഉലുവല ഉണക്കി പൊടിച്ചതാണ്. അത് ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഒന്ന് കൈകൊണ്ട് തിരുമ്മി ഇട്ടിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ആയിരിക്കും. ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ആ കോളിഫ്ലവർ ഒന്ന് വല്ലാണ്ട് വേവിക്കേണ്ട, അറിയാലോ കോളിഫ്ലവർ നമുക്കൊരു ഇത്തിരി ഹാർഡായിട്ടിരുന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അപ്പോൾ ഒരു 1/4 വേവൊക്കെ ആയാൽ മതി. അതിന് ശേഷം നമുക്കിതിലേക്ക് ആ ക്യാപ്സിക്കം സവാളയും നമ്മൾ ഇട്ട് കൊടുക്കാം. പിന്നെ ബട്ടർ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കുക. ശേഷം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ഒന്ന് തൂവി കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. ഒരു 10
സെക്കൻഡൊക്കെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിള വന്നാൽ മതിയാവും. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ ഒപ്പം അപ്പത്തിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് പറ്റിയ അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.